സ്കോപ്പുണ്ട്. എനിക്ക് ശങ്കയില്ല, ഞാൻ ഉറപ്പിച്ചാ പറഞ്ഞത്. എന്നാൽ ലങ് ക്യാൻസർ കൂടുതലായി മുസ്ലിങ്ങളിൽ കാണുന്നു. എന്താ മുസ്ലിങ്ങളുടെ ലങ്സിനോട് ഇത്ര വലിയ പ്രിയം? ക്യാൻസറിന് ഇന്നലെ വരെ അവരുപയോഗിച്ച അത്തറും, ഇന്നലെ വരെ അവരുപയോഗിച്ച ഊതും, ഇന്നലെ വരെ അവരുപയോഗിച്ച കസ്തൂരിയും, ഇന്നലെ വരെ അവരുപയോഗിച്ചിരുന്ന മീനമ്പറും അമ്പറും യവാദും അത് പ്രകൃതിയിൽ നിന്നുണ്ടാക്കിയവയായിരുന്നുവെങ്കിൽ ഇന്ന് അവരുപയോഗിക്കുന്ന അത്തറും ഊതും എല്ലാം സിന്തറ്റിക്കാണ്. നിങ്ങൾ ഉത്തരം പറയുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ഞാൻ പറഞ്ഞപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ഏതൊരു മുസ്ലിം സ്ത്രീയും ഏതൊരു മുസ്ലിം പുരുഷനും നടന്നു പോകുമ്പോൾ 100 ചതുരശ്ര മീറ്റർ വ്യാപിക്കുന്ന അത്തറിന്റെ മാത്രമല്ല, അത്തറിന്റെയോ യവാദിന്റെയോ മീനമ്പറിന്റെയോ അമ്പറിന്റെയോ കസ്തൂരിയുടെയോ ഗന്ധമുണ്ടാവും. പഞ്ചമൺ പഴുക്കയുടെയോ ഒക്കെ ഗന്ധമുണ്ടാവും. പഞ്ചമൺ പഴുക്കയും വെള്ളക്കുന്തിരുക്കവും മീനമ്പറും അമ്പറും യവാദും ഊതും അത്തറും പ്രകൃതിയിൽ നിന്നാണ്. മീനമ്പർ മത്സ്യത്തിൽ നിന്നാണ്. മനസ്സിലായില്ല? സുഗന്ധദ്രവ്യമാണ്. ലക്ഷദ്വീപിലെയും ആൻഡമാനിലെയും നിക്കോബാറിലെയും ദ്വീപുകളിൽ താമസിക്കുന്നവരെടുക്കുന്ന മീനമ്പർ ഇന്ന് ഗ്രാമിന് ലക്ഷങ്ങളോളം വിലയുള്ളതാണ്. മനസ്സിലായില്ല? പഴയ കാലത്ത് അതിനിസ്സാരമായി കിട്ടിയിരുന്നതാണ്. പഴയ കാലത്ത് നിങ്ങളുടെ ശ്വാസാനന്ദം ഗുളികയിലും ധാന്വന്തരം ഗുളികയിലും മഹാധാന്വന്തരം ഗുളികയിലും മാനസമിത്രത്തിലും ഒക്കെ സുലഭമായി ചേർത്തിരുന്ന കസ്തൂരി ഇന്ന് ഡ്യൂപ്ലിക്കേറ്റ് പോലും 12,000 രൂപ വിലയുള്ളതാണ്. മനസ്സിലായില്ല? കസ്തൂരി നിങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് കിട്ടുന്നത് സിന്തറ്റിക് കസ്തൂരിയാണ്, മസ്ക്. മനസ്സിലായില്ല? പശുവിന്റെ ഗൾബ്ലാഡറില് കൈപ്പയില് മഞ്ഞ നിറത്തിൽ കല്ലുകൾ ഉണ്ടാവും, ഗൾ സ്റ്റോൺസ്. അവയാണ് കൃഷ്ണനും മറ്റും നെറ്റിയിൽ തൊട്ട ഗോരോചനം. മനസ്സിലായില്ല? ഗോരോചനക്കുറി തൊട്ടു എന്നൊക്കെ പാട്ടില്ലേ? അതീതാനമാണ്. സുഗന്ധദ്രവ്യമാണ്. പശുവിന്റെ ഗൾബ്ലാഡറല്ല ഈ സാധനം ഇരിക്കുന്നത്. പശുവിന്റെ ഗള്ളെന്ന് പറയുന്നത് അതിന്റെ കയ്പ കേട്ടിട്ടില്ല? അതിന്റെ കയ്പ കട്ട് ചെയ്തെടുക്കുമ്പോ അതിനെ വെട്ടുന്ന വെട്ടുകാരൻ അതിന്റെ കയ്പ കട്ട് ചെയ്യുമ്പോ പിടിച്ചു നോക്കുമ്പോ അവൻ അറിയാം അതിൽ സ്റ്റോൺ ഉണ്ടോന്ന്. ആ കയ്പ അവൻ മാറ്റിവെക്കും. കാരണം ലക്ഷക്കണക്കിന് രൂപയുടെ ആദായമായി. നിങ്ങളുടെ ഒരു പശുവിനെ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ അറിയാൻ പറ്റില്ല ഇതിന് കയ്പയുണ്ടോന്ന്. മച്ചിപ്പശു ആണെങ്കിൽ കാണും. മനസ്സിലായില്ല? അതിന്റെ കൈപ്പയിലുള്ള സ്റ്റോണാണ് ഈ സാധനം. ലക്ഷങ്ങളാ വില മതിക്കുന്ന. 1 ഗ്രാമിന് 1200 രൂപ വിലയുണ്ട് ഒറിജിനലിന്. കാണണ്ട. ഈ സാധനം എടുക്കുമ്പോ അതിന്റെ കയ്പ എടുത്ത് മഞ്ഞൾ അരച്ചു ചേർത്ത് പുകയത്ത് കെട്ടിത്തൂക്കി ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കി വിറ്റാണ് നല്ല കാശുണ്ടാക്കുന്നത്. കിട്ടുന്നത് ഈ സാധനമാണ്. എല്ലാവർക്കും അറിയാം. നിങ്ങളിപ്പം നാളെ മുതൽ പശുവിനെ വെട്ടാനും ഇത് ഉണ്ടാക്കാനും ഒന്നും പോകുന്നില്ല. നിങ്ങൾ മേടിക്കാൻ പോകുന്നവരാണ്. അപ്പൊ ഈ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കയ്പാന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. കട്ട് നാഗാലാൻഡുകാർക്കും മറ്റും മാംസം കഴിക്കുമ്പോൾ ഇത് ഒഴിച്ചിട്ടാണ് അവർ കഴിക്കുക. കയ്പയുള്ളതിന്
അതുതന്നെയാണ് ഗോരോചനത്തിനും കയ്പ് രസം തന്നെയാണുള്ളത്. അതിന്റെ രസവീര്യ വിഭാഗങ്ങളൊക്കെ സുശ്രുത ചരകാദികൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് സുഗന്ധദ്രവ്യമാണ്. ഗോരോചനാദി ഗുളിക വാങ്ങിച്ച് കഴിക്കുമ്പോൾ വെജിറ്റേറിയൻ ആണെന്നൊന്നും കരുതണ്ട. ഒരുപാട് കഴിച്ചു അല്ലേ? അപ്പോ ഗോരോചനം, ആനയുടെ കുട്ടി ആദ്യമായി തൂർന്ന മലം കണ്ടിവെണ്ണ, മനസ്സിലായില്ല, സുഗന്ധദ്രവ്യമാണ്. ആനയുടെ മതജലം സുഗന്ധദ്രവ്യമാണ്. കേട്ടിട്ടില്ല? മതം പൊട്ടുമ്പോൾ ഒഴുകി വരുന്ന വെള്ളം അതിന്റെ ഇണയെ ആകർഷിക്കാനുള്ളതാണ് മതജലം. കിലോമീറ്ററുകൾ അകലെ വരെ എത്തുന്ന സിവറ്റിന്റെ, മെരുപ്പൂച്ചയുടെ സ്രവം, ആണിന്റെയും പെണ്ണിന്റെയും. മെരുപ്പുഴു കേട്ടിട്ടില്ല? വെരുകിൻ പുഴു, മെരുപ്പുഴുക് എന്നൊക്കെ പറയും. കിട്ടാതെ വരുമ്പോ അതിന്റെ ചട്ടകം, പെൺമരുകിന്റെ ചട്ടകം, അതിന്റെ യോനിഭാഗം കട്ടിയെടുത്ത് ചൂടുവെള്ളത്തിൽ മുക്കി ഗ്ലിസറിനിൽ ഇത് ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കും. 700 രൂപയോളം ഗ്രാമിന് വിലയുള്ളതാണ്. മനസ്സിലായില്ല? ഇത് സുഗന്ധദ്രവ്യമാണ്. പഞ്ചമൺ പഴുക്ക മരത്തിൽ നിന്ന് എടുക്കുന്നതാണ്. അറേബ്യയില് അറബി കുന്തുരുക്കം, വെള്ളക്കുന്തുരുക്കം, ഇത് രണ്ടും വിശിഷ്ടമായ സുഗന്ധദ്രവ്യമാണ്. മീനിൽ നിന്നെടുക്കുന്നത് പറഞ്ഞു. മീനമ്പർ, അമ്പർ മറ്റേനേക്കാൾ കുറച്ചുകൂടെ കൂടിയതാണ്, സുഗന്ധദ്രവ്യമാണ്. അതും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ കിട്ടുന്നതാണ്. യവാദ്, ഇതൊക്കെ ശ്വാസം മുട്ടല്, ലങ്ങിലെ രോഗങ്ങള്, ഇവയ്ക്കൊക്കെ വളരെ ഉത്തമമാണ്. കർപ്പൂരം വളരെ ഉത്തമമാണ്. ഇങ്ങനെയുള്ള പദാർത്ഥങ്ങളെല്ലാം ഇന്ന് സിന്തറ്റിക്കാണ്. ഇപ്പൊ ദേഹത്ത് സ്പ്രേ ഒക്കെ അടിച്ച് പോകുമ്പോൾ ഈ സാധനം മുഴുവൻ സിന്തറ്റിക്കാണ്. അതിസൂക്ഷ്മങ്ങളായ രേണുക്കളാണ്. അത് പലപ്പോഴും അതിന്റെ മൈക്രോബയോളജിക്കലായുള്ള ഫംഗ്ഷൻ നോക്കിയാൽ 1/10⁻² or 3 ഒക്കെ വരെ വരും. അതായത് 10⁻⁻², -3 ഒക്കെ വരും. ഈ സാധനം ദേഹത്ത് എവിടെയെങ്കിലും പറ്റിയാൽ തൊക്ക് വലിച്ച് ബ്രെയിനിലെത്തിക്കും. മനസ്സിലായില്ല? ഒന്ന് മണത്താൽ, പാർട്ടിക്കിൾ ഫിസിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പാർട്ടിക്കിൾ തലമെടുത്ത് നോക്കിയാൽ 1/10⁵ or 6 ഒക്കെ കിട്ടും. ആയുർവേദ ആചാര്യന്മാർ, ചരകൻ, സുശ്രുതൻ, വാഗ്ഭടൻ, ഇവരൊക്കെ പ്രകൃതിയിലെ ദശപുഷ്പങ്ങളെയും അതുപോലുള്ള സസ്യ ഔഷധങ്ങളെയും എടുത്ത് അവയുടെ സ്വരസമെടുക്കുമ്പോൾ അവ പ്രകൃത്യ നാനോയിലാണ്. മനസ്സിലായില്ല? പ്രകൃത്യ നാനോയിലാണ്. നാനോ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല? 10⁻⁻⁹. Any particle that is equivalent to 1/10⁻⁹ or 10⁻⁻⁹, that is nano. മുപ്പത് പൊട്ടൻസിയിൽ ഒരു ഹോമിയോ മരുന്ന് എടുത്താൽ ഇറ്റ് ഈസ് 1/10⁻30, 1/10⁻30, that is 10⁻⁻30. -30 എന്ന് പറയുമ്പോൾ 24 കിടക്കുന്നതോടെ അവഗാഡ്രോ നമ്പർ കടന്നു. അതുകൊണ്ട് ഇറ്റ് ഈസ് എ പ്ലാസിബോ. അവഗാഡ്രോ നമ്പർ വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ ആസ് പെർ കെമിസ്ട്രി. അത് 10⁻⁻24 ആണെന്നാണ് എന്റെ ഓർമ്മ. കെമിസ്ട്രിക്കാർ ഇരിപ്പുണ്ടെന്നാണ് പറഞ്ഞത്. ആറ്റമിക് നമ്പറും അവഗാഡ്രോ നമ്പറും ഒന്നും മറന്നിട്ടില്ലെങ്കിൽ. ഓർമ്മയുണ്ടോടാ? അവഗാഡ്രോസ് ഹൈപ്പോത്തസിസ് വല്ലതും ഉണ്ടോ? അതല്ലേ
ഹൈപ്പോത്തസിസ് അറിയാം. അതിനൊക്കെ പല ഹൈപ്പോത്തസിസും അറിയാവുന്ന എനിക്കറിയാം. അവഗാഡ്രോസ് ഹൈപ്പോത്തസിസ് അറിയാവോന്നാ ചോദിച്ചത്. നിനക്ക് ഒരുപാട് ഹൈപ്പോത്തസിസ് അറിയാവുന്നുള്ള കാര്യം എനിക്ക് പണ്ടേ അറിയാവുന്നതാ. അപ്പൊ 1/10⁹ അതാണ് നാനോ. അതുകൊണ്ടാണ് തൊട്ടുരിയാടാതെ പറിക്കണം. മനസ്സിലായില്ല? മുക്കുറ്റി പറിക്കുമ്പോ, തിരുതാളി പറിക്കുമ്പോ നിങ്ങൾ വർത്തമാനം പറഞ്ഞാൽ അതിന്റെ പാർട്ടിക്കിൾ ചേഞ്ച് ആവും ബൈ മിയർ സൗണ്ട്. അത് ഇന്നത്തെ കെമിസ്ട്രി വെച്ച് പഠിച്ചാൽ പോരാ. പ്രാചീന കെമിസ്ട്രി വെച്ച് പാർശ്വനാഥന്റെയും കണാദന്റെയും രാവണന്റെയും ഒക്കെ കെമിസ്ട്രി വെച്ച് പഠിക്കണം. രാവണന്റെ രാമായണത്തിലൊക്കെ കേട്ടിട്ടുണ്ടാവും. നാഡീശാസ്ത്രത്തില് കണസിദ്ധാന്തത്തിലൊക്കെ രാവണൻ അദ്വിതീയനാണ്. കണങ്ങളുടെ നൃത്തം താണ്ഡവമായി എഴുതിയവനാണ് രാവണൻ. എങ്ങനെയാണ് കണങ്ങൾ നൃത്തം ചെയ്യുന്നതെന്ന് ജടാകടാഹ സംഭ്രമ ഭ്രമന്നിലിംബ നിർഝരീ വിലോല വീശി വല്ലരി വിലാസമാനമൂർധനി ധഗ ധഗ ധഗ. ആ നൃത്തം ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ അറിയാം വാട്ട് ഈസ് ആറ്റമിക് ഡാൻസ്. പിടികിട്ടുന്നില്ല. ഒരു പിടിയും ഒരു ദിക്കും വെളിവുമില്ല. ഇത് ശരിക്കും കണ്ടു നോക്കണം. ഇത് കണ്ടുകൊണ്ട് എഴുതുന്ന ആറ്റമിക് ഡാൻസ് സ്വന്തം നേത്രങ്ങൾ കൊണ്ട് കണ്ടുകൊണ്ട് എഴുതുന്നതാണ്. അതറിയണമെന്നുണ്ടെങ്കിൽ അർക്കപ്രകാശവും ബാലചികിത്സയും ഒക്കെ എടുത്ത് പഠിക്കണം രാവണന്റെ. അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി നമുക്ക് കയ്യിലുണ്ടായാൽ പോരാ. കെമിസ്ട്രി എന്താണെന്ന് അറിയണമെങ്കിൽ രാവണനെയും കണാദനെയും പാർശ്വനാഥനെയും ഒക്കെ പഠിച്ചു നോക്കണം. അപ്പോഴാ നിങ്ങൾ പഠിച്ചിട്ടുള്ള കെമിസ്ട്രി ഒന്നും അല്ലെന്നും ഇനി എത്രയോ കെമിസ്ട്രി പഠിച്ചാലാണ് ഇവിടം വരെ എത്തുകയെന്നും ബോധ്യമാകുന്നത്. ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കാര്യമില്ലേ? അതുകൊണ്ട് കണത്തിന്റെ ആ തലം വരെ പോയതുകൊണ്ട് അവരെഴുതിയത് ഒരു ചെടി എടുക്കുമ്പോൾ, ഒരു ഔഷധം ഉണ്ടാക്കുമ്പോൾ, ഒരു ലേഹ്യത്തിന് ഇളക്കുമ്പോൾ, ഒരു കഷായം വെക്കുമ്പോൾ, ഒരു അരിഷ്ടം കെട്ടുമ്പോൾ ഒക്കെ നിങ്ങളുടെ ശബ്ദം വരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. വ്യാവസായിക വൈദ്യശാസ്ത്രത്തെക്കുറിച്ചൊക്കെയുള്ള അവരുടെ കൽപ്പനാ വൈഭവങ്ങൾ ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ചു നോക്കണം. രോഗമുള്ള ഒരുവൻ ഔഷധം ഉണ്ടാക്കിയാൽ മനസ്സിലായില്ല, ആ ഔഷധത്തിന് പരിണാമം വരുമോ? ആരെയെങ്കിലും തൊഴിലാളിയായി വെച്ചാൽ മതിയോ? ഒരു അനുചരനെ കിട്ടി ശമ്പളം കുറച്ചു കൊടുത്താൽ മതി, അവനെ വെച്ചാൽ മതിയോ? വൈദ്യന്റെ BP രോഗിയുടെ BP ചെക്ക് ചെയ്യുമ്പോൾ റിലേറ്റീവ് ആയിരിക്കുമോ? മനസ്സിലായില്ല. റിസൾട്ടന്റ് ആയിരിക്കുമോ? മനസ്സിലായില്ല. ഒരു വേഗതയുള്ള വാഹനത്തിൽ ആ വാഹനത്തിനകത്ത് വേറൊരാൾ ഓടുകയാണെങ്കിൽ അയാളുടെ വേഗതയും വാഹനത്തിന്റെ വേഗതയും ചേർന്ന് ഒരു റിസൾട്ടന്റ് വെലോസിറ്റി ഉണ്ടാകുമോ? ചോദ്യം മനസ്സിലായില്ല. അങ്ങനെയാണെങ്കിൽ രോഗിയുടെ BP ചെക്ക് ചെയ്യാൻ ഒരു ഉപകരണവും പിടിച്ച് ഒരു ഡോക്ടർ
അതിൻ്റെ അകത്തെ മെർക്കുറി ലെവൽ അടിച്ചു കയറ്റുന്ന ഒരു വേളയിൽ ആ മെർക്കുറി ലെവൽ രോഗിയുടെ മാത്രം BP ആയിരിക്കുമോ, ഡോക്ടറുടെ BPയും ചേർന്നുള്ള ഒരു റിസൾട്ടന്റ് BP ആണോ തരുന്നത്? ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. ഇനി ഒരുപാട് കൊല്ലം കഴിയണം. ഡോക്ടറുടെ BPക്ക് നിങ്ങൾ മരുന്ന് കഴിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനസ്സിലായില്ല. ലാബറട്ടറി ടെക്നീഷ്യന്റെ ഷുഗറിന് ഉള്ള മരുന്നെല്ലാം നിങ്ങൾ കഴിച്ചോളാൻ പറയുന്ന ഈ കാലഘട്ടത്തിൽ ഇനിയും എത്ര ദൂരം നിങ്ങൾ സഞ്ചരിക്കേണ്ടി വരും പ്രാചീനതയുടെ സങ്കല്പലോകങ്ങളിലെത്താൻ? അതുകൊണ്ട് സഗൗരവം പഠിക്കേണ്ട വിഷയങ്ങളെ ശാസ്ത്ര നിഗമനങ്ങളിലൂടെ നിങ്ങൾ എവിടം വരെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് കൂടി ആലോചിക്കുമ്പോൾ അവർ പറഞ്ഞത് സസ്യ ഔഷധങ്ങളിൽ ചിലത് ദശപുഷ്പാദികളും മറ്റും, പേര പോലുള്ള ഔഷധങ്ങൾ, കദളിവാഴ പോലുള്ള ഔഷധങ്ങൾ, ഇവയ്ക്കൊക്കെ ഉണ്ട് ഈ പ്രത്യേകത. മനസ്സിലായില്ല. പേരയ്ക്ക ഉണ്ടാകുന്ന പേര. പഴയ കാലത്ത് പെൺകുട്ടികൾ ആർത്തവൊക്കെ ആയിരിക്കുമ്പോൾ അത് തൊടാൻ സമ്മതിക്കില്ല. കേട്ടിട്ടില്ല? ഏത്തവാഴയിൽ തൊടാൻ സമ്മതിക്കില്ല. തൊടാൻ സമ്മതിക്കില്ല. ഇപ്പൊ അതിലൊക്കെ ഫുർഡാനൊക്കെ വാരിയിട്ടാൽ അവൻ അതിജീവിച്ചു വരും. അപ്പൊ പഴയ തുളസിയല്ലത്, പഴയ കദളിവാഴയല്ല. അത് രൂപം മാറിയിരിക്കുന്നു കാലസ്ഥിതിക്കൊത്ത്. ഇതൊക്കെ പഴയ ആളുകളുടെ കണ്ണാടിയിലൂടെ കണ്ടു നോക്ക്, അന്നേരം അറിയാം 10⁻⁹ പ്രത്യേകത സ്വരസങ്ങളിൽ. അരിഷ്ടങ്ങൾ കെട്ടിവെച്ചിട്ട് സാരസ്വതാരിഷ്ടമെടുത്ത് നാനോസ്കോപ്പിലൂടെ, ആറ്റമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പിലൂടെ, AFM നിങ്ങൾ നോക്കിയാൽ കിട്ടുന്നത് നാനോ പാർട്ടിക്കിൾസ് അല്ല, നാനോ ഡിസ്ക് ആണ്. ഞങ്ങൾക്കിന്ന് ഉറപ്പിച്ച് പറയാം. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാൻ കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്യാം. ഞങ്ങൾ തന്നെ നടത്തിയ പരീക്ഷണം. ഇന്ത്യയിലല്ല, ഞങ്ങൾക്ക് പരിചയമുള്ള ഒരാളെ ഉപയോഗിച്ച് അമേരിക്കയിലെ ലാബില് കൃത്യതയോടെ നാനോസ്കോപ്പില്, ആറ്റമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പില് പ്രാചീന രീതിയിൽ ഉണ്ടാക്കിയ സാരസ്വതാരിഷ്ടം നോക്കുമ്പോൾ അതിനകത്തുള്ളത് നാനോ പാർട്ടിക്കിൾസ് അല്ല, നാനോ ഡിസ്ക്. നാനോ പാർട്ടിക്കിളുള്ള ഒരു ഔഷധം ഉണ്ടാക്കാൻ ഇന്ന് ശാസ്ത്രലോകം കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ ഭാരതത്തിന്റെ പൗരാണികർ ക്ലാസിക്കൽ റെമഡികൾ എന്ന പേരിൽ 5000-ൽ പരം സംവത്സരങ്ങൾക്ക് മുമ്പ് സുശ്രുതത്തിലും ചരകത്തിലും വാഗ്ഭടത്തിലും വൃദ്ധവാഗ്ഭടത്തിലും വൃദ്ധകാശ്യപനിലൂടെയും ഡൽഹണനിലൂടെയും ചക്രപാണിയിലൂടെയും എണ്ണമറ്റ അന്നത്തെ ആചാര്യന്മാരിലൂടെയും ലോകത്തിന് സംഭാവന ചെയ്ത 1,00,000-ൽ പരം ഔഷധങ്ങൾ കാശൊന്നും അധികം മുടക്കാതെ ഏത് സാധാരണക്കാരന് പോലും മത്തിവെക്കുന്ന ചട്ടി പോലൊരു ചട്ടി വാങ്ങിച്ചാൽ അതീവ ലാഘവത്തോടെ വീട്ടിലുണ്ടാക്കാവുന്ന വിധം ശാസ്ത്രലോകത്തിന്റെ അത്യത്ഭുതകരമായ നാനോ ടെക്നോളജിയെ രൂപാന്തരപ്പെടുത്താൻ പാകത്തിന് ശാസ്ത്രം ഈ മണ്ണിന്റെ ഗതീയതയിൽ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വളർന്നു പടർന്നു പന്തലിച്ചു നിന്നു എന്ന് പറയുമ്പോൾ അഭിമാനപൂർവ്വം ആധുനിക ലോകത്തിന്റെ ശാസ്ത്ര സംസ്കാരങ്ങൾക്ക് കോടികൾ ചെലവഴിക്കേണ്ടി വരുമ്പോൾ ഇത്രയും ചെലവില്ലാതെ വീടുകളിൽ അത് ചെയ്തെടുക്കാൻ പറ്റും എന്ന് പറയാൻ നമുക്ക് കഴിയുന്നു. വെല്ലുവിളിക്കാൻ നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്ന് കാണിക്കാം അതിന്റെ ഫോട്ടോയും ബാക്കി കാര്യങ്ങളും. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വരുമെങ്കിൽ, നിങ്ങൾ ആവശ്യപ്പെട്ടാൽ. മനസ്സിലായില്ല?
ഒന്നോ രണ്ടോ പാർട്ടിക്കിൾ. ദന്ത്യരിഷ്ടം നോക്കുമ്പോൾ അതിനകത്ത് ഫുള്ളായിട്ട് പാർട്ടിക്കിൾസാണ് ഉള്ളത്, അതിനകത്ത് ഡിസ്ക് ഇല്ല. പക്ഷെ സാരസ്വതാരിഷ്ടം എടുത്തപ്പോൾ അതിൽ നാനോ ഡിസ്കാണ് എന്ന് പറഞ്ഞാൽ മുഴുവൻ. അതുകൊണ്ടൊന്നും കാണിക്കുക, ഒരു ബുദ്ധിമുട്ടുമില്ല. കണ്ടിട്ട് നിങ്ങൾ വിശ്വസിച്ചാൽ മതി. അതുവരെ തൽക്കാലം ഇങ്ങനെ ഒരു സാധനം സ്വാമി പറഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി. നിങ്ങളുടെ ആറ്റമിക് ഫിസിക്സിന്റെയും മോളിക്കുലർ ബയോളജിയുടെയും ഒക്കെ അധികായന്മാർ സുശ്രുതന്റെയും ചരകന്റെയും ഔഷധമൂല്യം എടുത്തു വെച്ച് നോക്കിയിരുന്നുവെങ്കിൽ ഈ രാജ്യത്തിന് ലോകം മുഴുവൻ മാർക്കറ്റാക്കി കളയാവുന്ന ഒരു വിദ്യയും ഒരു സമ്പത്തും ഉണ്ടായിരുന്നു. ഇനിയും രാജ്യം അമേരിക്കയ്ക്കൊപ്പം എത്താൻ ഈ ദാരിദ്ര്യകാലങ്ങളിൽ കോടികൾ ചെലവാക്കി അവിടുത്തെ പാരലൽ സയന്റിസ്റ്റുകളെ ഇവിടെ വളർത്തിയെടുക്കാൻ കോളേജുകളിൽ പഠിപ്പിക്കുകയാണ്. ആ പഴമയും സംസ്കാരവും കൃത്യമായി പഠിപ്പിച്ച് അതിൻ്റെ അന്തസത്തയെ ഉണ്ടാക്കുവാൻ ഓരോ വർഷവും ഇറങ്ങുന്ന ആയുർവേദ വിദ്യാർത്ഥികളെ മാത്രം തയ്യാറെടുപ്പിച്ചിരുന്നുവെങ്കിൽ അതിന് അഭിമാനം നിങ്ങളുടെ ഭരണാധികാരികൾക്കും അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കും ഉണ്ടായിരുന്നുവെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഉള്ള ഗൃഹസ്ഥന്മാർക്കും നിങ്ങളുടെ തന്തയ്ക്കും തള്ളയ്ക്കുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷേ എനിക്ക് തോന്നുന്നത് അവരുടെയൊക്കെ ജനിതകം പരിശോധിച്ചാൽ അതൊന്നും ഇന്ത്യൻ അല്ലെന്ന് തന്നെയാണ്. അതുകൊണ്ട് ക്യാൻസർ പഠിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ മനസ്സിൽ വെച്ച് ഒന്ന് പഠിച്ചു നോക്കുക. അപ്പോഴാ അറിയുക സസ്യങ്ങളുടെ, ജന്തുക്കളുടെ, മെറ്റൽസ് ആൻഡ് മിനറൽസിന്റെ, കൃതക പദാർത്ഥങ്ങളെന്ന് പേരുകേട്ട സിന്തറ്റിക്സിന്റെ ലോകങ്ങൾ ബോധ്യപ്പെടുക. അമേരിക്കയിൽ മാത്രമല്ല, ഇംഗ്ലണ്ടും ഫ്രാൻസും സ്വിറ്റ്സർലൻഡും ജർമ്മനിയും എല്ലാം നടത്തിയ ശ്രമങ്ങളും ക്യാൻസറിന്റെ ലോകത്ത് വിഫലമാവുക തന്നെയാണ് ചെയ്തത്. ഒട്ടേറെ ഗവേഷണങ്ങൾ ഈ രംഗത്ത് നടന്നു ക്യാൻസറിനെ പിടിച്ചു നിർത്താൻ. പടരുകയല്ലാതെ ഒരെണ്ണം കുറയാനിടയായില്ല. അന്നവിടെ അരങ്ങ് തകർത്താടിയ കച്ചവട സംഘങ്ങളും അവിടെ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ ഉപകരണങ്ങളും എല്ലാം ഇന്ന് മൂന്നാം ലോക രാഷ്ട്രങ്ങളിൽ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ നാട്ടിലെ സ്കാനിംഗ് ഉപകരണങ്ങളും നിങ്ങളുടെ നാട്ടിലെ എക്സ്റേ ഉപകരണങ്ങളും നിങ്ങളുടെ നാട്ടിലെ ഡയാലിസിസ് ഉപകരണങ്ങളും വളരെ അവിടെ വലിച്ചെറിഞ്ഞവയാണ്. അതുപോലെയില്ല, ഉപയോഗിച്ച് കഴിഞ്ഞവ. ഇന്ത്യക്കാർ പിന്നെ ഏത് പഴയത് കിട്ടിയാലും രണ്ട് നട്ടും ബോൾട്ടും ഒക്കെ ഉണ്ടെങ്കിൽ ശരിയല്ല. സൈക്കിളജ്ഞത്തിന് പോകുന്ന പോലെ രണ്ട് വീല് മതി, ശരിയല്ല. സൈക്കിളജ്ഞക്കാരനാകെ രണ്ട് വീല് മതി എന്ന് തോന്നുന്നു. ഹാൻഡിൽ വേണമെന്നില്ല അവന്, ശരിയല്ല. ആ ഒരു കഴിവ് കൊണ്ട് ഉപയോഗിക്കുമ്പോൾ ശാസ്ത്രലോകത്ത് കിട്ടുന്ന ഫലങ്ങൾ എത്ര കണ്ട് കുറ്റമറ്റതായിരിക്കും എന്നറിയാൻ ഒരേ ദിവസം രാവിലെ പോയി നിങ്ങളുടെ HBയും പ്ലേറ്റ്ലെറ്റും നിങ്ങളുടെ ഷുഗറും BP-യും എല്ലാം 4 ലാബുകളിൽ മാറി മാറി ഒന്ന് പരിശോധിച്ചാൽ മതി. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. ഇത് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള 2 ലാബിലേക്ക് ഒരു സാമ്പിൾ ബ്ലഡ് എടുത്ത് കൊണ്ടുപോയി കൊടുത്താൽ കിട്ടുന്ന റിസൾട്ട് പലതാണ്. കാസറ്റ് വേണേ കാണിക്കാം, അതും സംശയമൊന്നും വേണ്ട, ഇട്ട് കേൾപ്പിക്കാം. അതിന്റെ ഇന്റർവ്യൂ തന്നെ ഒരു ലാബിൽ നിന്നെടുത്ത് അയാളെ പോയി കണ്ട് ഇന്റർവ്യൂ ചെയ്ത് അടുത്തരത്ത് ചെന്നെടുത്ത് അവനോടും ഇന്റർവ്യൂ ചെയ്ത് അടുത്തരത്ത് ചെന്നെടുത്ത് അവനോടും ഇന്റർവ്യൂ ചെയ്ത് വ്യത്യാസം എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മുട്ടാപ്പോക്ക് ന്യായങ്ങളൊക്കെ കേൾപ്പിച്ചു തരാം.
അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു രംഗമായത്. അവിടുത്തെ വൈദ്യവിശ്വാരദന്മാരുടെ അതേ പാതയിൽ നമ്മുടെ ഭിഷഗ്വര പ്രമാണിമാരും കച്ചവട സംഘങ്ങൾക്ക് വേണ്ടി അരങ്ങ് തകർത്താടുമ്പോൾ നമ്മുടെ പൈതൃകത്തിലേക്കൊന്നെത്തി നോക്കുവാൻ പോലും തയ്യാറാകുന്നില്ല. അപ്പോൾ അർബുദം ഉൾപ്പെടെ പല രോഗങ്ങളും ലാവണജന്യ രോഗങ്ങളാണെന്ന് ബോധ്യമാവുകയും ചെയ്യും. ലാവണജന്യ രോഗങ്ങൾ, ഒക്കപ്പേഷണൽ ഡിസീസസ്. നിങ്ങളുടെ ഇന്നത്തെ ജീവിതവും ഇന്നത്തെ തൊഴിലും നിങ്ങൾക്ക് വരദാനമായി തന്ന രോഗങ്ങൾ ആണെന്ന് ബോധ്യമാവും. അത് ആധുനികതയുടെ ജീവിത ചക്രവാളത്തിൽ അവശ്യംഭവിയാണെന്നും അവയെ നേരിടുന്നതിന്, അവയെ ഇല്ലാതാക്കുന്നതിന് വ്യക്തിക്ക് തനിച്ചാവില്ലെന്നും അതുകൊണ്ട് ഭാവിയിൽ വാർദ്ധക്യത്തിനെന്ന പോലെ രോഗത്തിനും ജീവൻ രക്ഷാ കവചങ്ങൾ, ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ അനിവാര്യമാണെന്നും വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. ഒരു വ്യക്തിക്ക് അവന്റെ രോഗത്തെ ഇത്രയും സാമ്പത്തികമായ ഉച്ചിയിൽ നിന്ന് നേരിടാൻ പറ്റാതെ വരിക, വ്യക്തിക്ക് അവന്റെ രോഗങ്ങളെ അവന് തനിച്ച് നേരിടാൻ കഴിയുന്ന കാലം മറഞ്ഞു. ശരിയല്ല. പത്രങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം, പല രോഗങ്ങളും. നെഫ്രോട്ടിക് സിൻഡ്രോം ഒരു രോഗമാണ്. അത് ഇന്ന് വന്നാൽ, ഇന്നലെ അതുണ്ടായ കാലങ്ങളിൽ ഒരു തെങ്ങിന്റെ പച്ചമടൽ വാട്ടിപ്പിഴിഞ്ഞ നീര് അല്പം ജീരകവും കൽക്കണ്ടവും ചേർത്ത് കൊടുത്താൽ മതി. കുഞ്ഞ് ചാണകം മെഴുകിയെടുത്ത് മൂത്രം ഒഴിക്കുമ്പോൾ വെളുത്ത് ഊറൽ കിടക്കും. മനസ്സിലായില്ല. ഇതൊക്കെ പഴയ അമ്മമാർക്ക് കാണുമ്പോൾ അറിയും. അവരോടിപ്പോയി തെങ്ങിന്റെ 2 പച്ചമടല് കൊണ്ടുവന്ന് ചെറുതായി അരിഞ്ഞ് വാട്ടിപ്പിഴിഞ്ഞ് നീരെടുത്ത് അല്പം കൽക്കണ്ടവും ജീരകവും ചേർത്ത് കൊടുക്കുമ്പോൾ അങ്ങ് പോകും. തെങ്ങില്ലാത്ത ഏരിയയിലാണെങ്കിൽ നേരെ പോയി വെളുത്ത ചെമ്പരത്തിയുടെ 4 പൂ പറിച്ചു കൊണ്ടുവന്ന് മോരിൽ കൊടുക്കുമ്പോൾ പോവും. തെങ്ങുമില്ല ചെമ്പരത്തി ഇല്ലാത്തടത്ത് അത്തിയുടെ തളിരില പറിച്ചുകൊണ്ടെന്ന് അരച്ച് പാലിൽ കൊടുക്കുമ്പോൾ പോവും. ഒന്നും കേട്ടിട്ടില്ല. ഇതിലൊരെണ്ണം പോലും കേട്ടിട്ടില്ല. പറഞ്ഞ വെളുത്ത ചെമ്പരത്തിയുടെ പൂവ്, ഇല്ലെങ്കിൽ നല്ല പഞ്ഞപ്പുല്ല് കൊണ്ടെന്ന് നല്ല പുതുക്കലത്തിലിട്ട് മലരാക്കി പൊടിച്ചെടുത്ത് കൊന്ത് കളഞ്ഞ് അത് നല്ല ശതാവരി കിഴങ്ങിന്റെ നാരും മൊരിയും കളഞ്ഞ് ഇടിച്ചു പിഴിഞ്ഞ നീരടുപ്പത്തോട്ട് വെച്ച് തിളച്ചു വരുമ്പോൾ തൂളി പഞ്ചസാരയിട്ട് പായസം ഉണ്ടാക്കി 2 നേരം കൊടുത്തു കഴിയുമ്പോഴേക്ക് കിഡ്നി നേരെയാവും, അരിപ്പ നേരെയാവും. ഇത്രയും പണിക്കാണ് 50 mg സ്റ്റിറോയിഡിൽ തുടങ്ങി അവസാനം പിൻവലിക്കുമ്പോഴൊക്കെ വീണ്ടും കൂടി അവസാനം BP വർദ്ധിച്ച് BP കൂടുമ്പോൾ നിക്കാഡിയ റിറ്റാർഡ് 2 എണ്ണം കൊടുക്കുന്നതോടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചതനുസരിച്ച് നിക്കാഡിയ കിഡ്നി കളയുമെന്നറിയേ കിഡ്നിക്ക് രോഗമുള്ളവന് തന്നെ നിക്കാഡിയ കൊടുത്ത് അവസാനം അവന് ഡയാലിസിസ് തുടങ്ങി. അവസാനം ഡയാലിസിസിൽ നിൽക്കാതെ വന്ന് തന്തയുടെയോ തള്ളയുടെയോ കിഡ്നി തൽക്കാലം മാറ്റിവെച്ച് 1 വർഷത്തേക്ക് 1000 രൂപയുടെ ഇഞ്ചക്ഷനും കൊടുത്ത് കുടുംബം തറവാടായി കഴിഞ്ഞ് മുന്നോട്ട് പോകാനാകാതെ മരിക്കുമ്പോൾ തെക്കേപ്പറമ്പിൽ കുഴിച്ചിട്ട് ശാസ്ത്രവികാസത്തെപ്പറ്റി ഓർത്ത് അടുത്ത മകനെ, ഈ മകൻ മരിച്ചു പോയെങ്കിലും വേറൊരുത്തന്റെ കിഡ്നി തകർത്ത് കാശുണ്ടാക്കാൻ വിടുന്ന തന്തയും തള്ളയും ഉള്ള നാട്ടിൽ ശരിയല്ല. ഞാൻ പറഞ്ഞു നോക്കി, അതിശയോക്തിയാണ്. എടാ, പോയതും കൊണ്ട് വേണം നീ വരാൻ. നിന്റെ അനിയനെ കൊണ്ടാണ് മറ്റവൻ അവിടെ 2 നില പണിതിരിക്കുന്നത്. അവന്റെ കൊച്ചിന് വരുമ്പോ നീ ആ കാശും മേടിച്ച് തിരിച്ചു വരണം എന്ന് പറഞ്ഞ് അടുത്ത പഠിത്തത്തിന് വിടുക. ശരിയല്ല. അല്ലാതെ ദുര്യോഗം നിൽക്കാൻ പഠിക്കുകയല്ല. ആയിരുന്നെങ്കിൽ തള്ള പറിച്ച ചെമ്പരത്തിപ്പൂ തന്നെ മതി. നിങ്ങൾക്ക് ദേഷ്യവും വരുന്നില്ലേ?
മോരിൽ കഴിച്ചാൽ മതി. നിങ്ങൾക്ക് ദേഷ്യവും വരുന്നില്ല ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട്? സാമാന്യം ദേഷ്യം വരേണ്ടതാണ്. പ്രത്യേകിച്ച് ഞാൻ വളരെ ലാഘവത്തോടെ പറയുമ്പോൾ. ഇത് ഒരു ഡിസീസിന്റെ ഇത്തരം 1000 മരുന്നുകൾ അന്നൊരു വ്യക്തിക്ക് അയാളുടെ രോഗം തനിച്ച് ചികിത്സിക്കാം. ഒരു കുഞ്ഞിന് ഹൈഡ്രോസിൽ കണ്ടാൽ, വേറൊരു കുഞ്ഞിന് ഹെർണിയ കണ്ടാൽ, കുട്ടിക്കാലത്തൊക്കെ കാണും, ആകെ തള്ളപോയൊരു കഴഞ്ചിക്കുരു അടുപ്പിലിട്ട് ആ മുറവ് ഇങ്ങനെ പിടിച്ച് കനലിലിട്ട കഴഞ്ചിക്കുരു പൊട്ടിത്തെറിക്കുമെന്നുള്ളത് കൊണ്ട് മുഖത്ത് തെറിക്കാതിരിക്കാൻ മുറവും പിടിച്ച് പൊട്ടുന്നതിന് മുമ്പ് നല്ലപോലെ ചുട്ടെടുത്ത് തല്ലിപ്പൊട്ടിച്ച് പരിപ്പെടുത്ത് അരച്ച് 1 ടീസ്പൂൺ ഗന്ധർവഹസ്താദി ആവണക്കെണ്ണയും 1 വെള്ളുള്ളിയുടെ ചെറിയൊരു കഷ്ണവും ഒരൽപ്പം കടിക്കാത്തോടും ചേർത്ത് അരച്ച് നേരെയും കൊടുത്താൽ ഒന്ന് വയറിളകുമ്പോഴേക്ക് പോയിരുന്ന രോഗങ്ങൾ തനിച്ച് ചികിത്സിക്കായിരുന്നു. ഇന്ന് വെറുതെ ചികിത്സിക്കാൻ പോകാനാവില്ല. ഇന്ന് ബുക്ക് ചെയ്യണം. ഏതിന്റെ ഓപ്പറേഷൻ എന്നാലും ലക്ഷങ്ങൾ കരുതണം. അതിനു വേണ്ടുന്ന സാഹചര്യങ്ങളെല്ലാം ഒരുക്കണം. അപകടം വന്നാൽ കരയാൻ ആളെ വേറെ സജ്ജീകരിക്കണം. കാരണം മരണമായാലും ബ്യൂട്ടി പാർലറിൽ പോയിട്ടല്ലേ ഭാര്യയും മക്കളും ഒക്കെ വരുന്നത്. ശരിയല്ല. അപ്പോൾ ഭാര്യയോ മക്കളോ കരഞ്ഞാൽ മുഖത്തിട്ട പൗഡറൊക്കെ ചാലൊഴുകുകയല്ലേ. അതുകൊണ്ട് കരയാൻ വേറെ ആളെ കൂലിക്കെടുക്കണം. ഞാൻ നുണ പറഞ്ഞതല്ല ഈയരെ. ഞങ്ങൾ ഈയിടെ ഒരു ബാങ്ക് മാനേജർ, അയാളുടെ ഒരു വലിയ ക്ലയന്റിന്റെ ഭാര്യ, ക്ലയന്റ് മരിച്ചു. അപ്പൊ വീട്ടിലൊന്ന് പോണല്ലോ എന്ന് തിരിച്ച് ബാങ്ക് മാനേജർ വിളിച്ചു, നമുക്കൊന്ന് പോവാം. കോടീശ്വര ഭവനമാണ്. ചെന്നു. മരിച്ച ആളിന്റെ ഡെഡ് ബോഡി വെച്ചിരിക്കുന്നു. ആളുകളൊക്കെ അവിടെ ഉണ്ട്. തിരക്കും ബഹളമൊക്കെയാണ്. അപ്പം അയാളുടെ ഭാര്യയുടെ തന്തയോട് ചോദിച്ചു, ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ച് വന്നതാണെന്ന് ബാങ്ക് മാനേജർ പറഞ്ഞു. ഇപ്പൊ വരും സാറ്, കുറച്ചു നേരം ഇരിക്കെ. കുറച്ചു നേരം ഇരുന്നു. ഇപ്പൊ വരും. സാധനം മടുപ്പായപ്പോൾ മാനേജർ വളരെ ഇതായിട്ട് ചോദിച്ചു, പോയിട്ട് തിരക്കുണ്ട്, ബാങ്ക് അടയ്ക്കുകയൊക്കെ വേണ്ടതാണ്, അവിടെയുള്ളവർ എന്നെ കാത്തിരിക്കും, ഞാനിത് ഇവിടെ വന്നില്ലെങ്കിൽ മോശമാണല്ലോ എന്ന് വെച്ച് വന്നതാണ്. ഞങ്ങളുടെ ബാങ്കിലാണ് നിങ്ങളുടെ ഡെപ്പോസിറ്റ് മുഴുവൻ, അതുകൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞു. അവൾ ബ്യൂട്ടി പാർലറിൽ പോയിരിക്കുകയാണ്, ക്യാമറാമാനൊക്കെ വന്നിട്ടുണ്ട്. മനസ്സിലായി. പിന്നെ കരയാൻ പറ്റുമോ? ഞാൻ നുണയൊന്നും പറഞ്ഞതല്ല, നേരിട്ടുള്ള അനുഭവം പറഞ്ഞതാണ്. നിങ്ങളിൽ എത്ര പേരിങ്ങനെ പോകുന്നവരുണ്ടോ അവരെ കുറിച്ചുമാ പറഞ്ഞത്. ഇനി ഈ നാട്ടിലെ കാര്യമല്ലെന്നൊന്നും ധരിക്കണ്ട. ഇപ്പൊ പോകാത്തവരോ അവരുടെ മക്കളോ ഒക്കെ നാളെ പോകും. അതൊരു സദാചാര നിയമമായി മാറും. ശരിയല്ല. മനുഷ്യന്റെ സദാചാരങ്ങളൊക്കെ കാലാകാലങ്ങളിൽ മാറുന്നതാണ്. അതുകൊണ്ട് ചികിത്സ ഒറ്റയ്ക്കൊന്നും ആകുന്ന കാലമല്ല. അപ്പോൾ വളരെ വേഗത്തിൽ ഇവയെല്ലാം നമ്മയും പിടികൂടി കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയിൽ മാത്രമല്ല. ഇനി ഈ വാർദ്ധക്യം വരുന്ന ക്യാൻസറിനെ, സമയം എന്തായി? ഉണ്ട്. ഓ കുഴപ്പമില്ല. ക്യാൻസറിനെ പിടിയിൽ ഒതുക്കണമെങ്കിൽ ഇന്ന് പഠിക്കുന്ന പഠനം പോരാ. സുശ്രുതനും ചരകനുമൊക്കെ പഠിച്ച വഴിയിൽ പഠിച്ചു നോക്കേണ്ടതാണ് എന്ന് തോന്നുന്നത് ആധുനിക പഠനങ്ങളിൽ കോശത്തിന്റെ കേന്ദ്ര ന്യൂക്ലിയസിൽ നിന്നാണ് കോശങ്ങൾ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതെന്ന കോശവിജ്ഞാനം ഒന്ന് മാറ്റിവെച്ചിട്ട് കോശത്തിന്റെ ദ്രവത്തിൽ നിന്നാണ്, സൈറ്റോപ്ലാസത്തിൽ നിന്നാണ് കോശങ്ങൾ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതെന്ന കോശവിജ്ഞാനത്തിന്റെ കണ്ടെത്തലിലേക്ക് നാം വികസിക്കേണ്ടിയിരിക്കുന്നു. ഈ വ്യതിയാനമാണ് ക്യാൻസർ പഠനത്തിൽ കൂടുതൽ ഉത്തേജിതമാവുക.
നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് കോശങ്ങൾ നിർദ്ദേശം സ്വീകരിക്കുന്നത് കോശകേന്ദ്രത്തിൽ നിന്നാണെന്നാണ്. അതാണ് നിങ്ങളുടെ പഠനം. മനസ്സിലായില്ല? സെൻട്രൽ ന്യൂക്ലിയസ്. ഒരു കോശം അതിന്റെ കോശകേന്ദ്രത്തിൽ നിന്നല്ല, കോശദ്രവത്തിൽ നിന്നാണ്. കോശദ്രവം, സൈറ്റോപ്ലാസം. ഈ വിജ്ഞാനത്തിലേക്കുള്ള പരിവർത്തനം ഇതുവരെയുള്ള ഗവേഷണങ്ങളുടെ അടിത്തറയെ തന്നെ ഇളക്കുന്നതാണ്. ഇനിയും ഇന്ത്യൻ ക്യാൻസർ ഗവേഷണ പടുക്കൾ, അർബുദ ഗവേഷണ രംഗങ്ങൾ ഈ സത്യം അംഗീകരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അർബുദ സാധ്യത, ക്യാൻസർ പ്രോബബിലിറ്റി ഓർ പോസിബിലിറ്റി കോശദ്രവത്തിലാണെന്നറിഞ്ഞതോടെ സൂക്ഷ്മദർശിനികളെ ഉപയോഗിച്ചുള്ള ശാസ്ത്ര പഠനങ്ങൾക്ക് അവസാനമായി. മനസ്സിലായോന്നറിയില്ല. അതുവരെ ചെയ്ത പൈസയും അതുവരെ ഉണ്ടാക്കിയ സൂക്ഷ്മദർശിനിയും ഔട്ട്. അതൊക്കെ ഡെപ്തിൽ പഠിച്ചു വെക്കേണ്ടത്. എന്നിട്ട് ഇത് പഠിച്ച് നല്ലപോലെ മനസ്സിലായി എങ്കിൽ നല്ലപോലെ അന്വേഷിച്ച് നോക്കിയിട്ട് ഈ രംഗത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒന്നും അല്ലെങ്കിൽ സമാധാനമായിട്ട് ഒന്നും നടന്നില്ലെങ്കിലും മരിക്കുകയെങ്കിലും ചെയ്യാം. മനസ്സിലായില്ല? നിങ്ങൾ വലിച്ചതാണ് കുഴപ്പം, നിങ്ങൾ കുടിച്ചതാണ് കുഴപ്പം, നിങ്ങൾ ആഹാരം കഴിച്ചതാണ് കുഴപ്പം. പുരുഷന്റെ ബീജം വരെ ക്യാൻസറോജനിക്കാണെന്ന ശാസ്ത്രലോകം പറഞ്ഞത്. വലിയ ദൂരത്തല്ലാതെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെ സ്ത്രീകൾ ക്യാൻസർ പിടിപെട്ട് നാളെ തങ്ങളിൽ സന്തതി ഉൽപാദനം നടത്തിയ പുരുഷനെതിരെ കേസ് കൊടുക്കുമെന്നുള്ളത് തീർച്ചയാണ്. കാരണം ഈ ക്യാൻസർ സെല്ലുകളെ തന്നിൽ ഉണ്ടാക്കിയത് ഇയാളുടെ ബീജത്തിൽ നിന്നാണെന്ന് നാളെ കേസ് കൊടുത്താൽ അതിനും കോടികൾ ഇവൻ കൊടുക്കേണ്ടി വരും. നിങ്ങളൊക്കെ രക്ഷപ്പെടുകയല്ല, ഞാൻ രക്ഷപ്പെടും. പേടിക്കേണ്ട, സന്തോഷ് മാധവനെ പോലുള്ളവരും രക്ഷപ്പെടുകയല്ല. അതുകൊണ്ട് എല്ലാവരും രക്ഷപ്പെടുമെന്ന് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് ക്യാൻസർ പോസിബിലിറ്റി കോശദ്രവത്തിലാണെന്നത് അറിഞ്ഞതോടെ സൂക്ഷ്മദർശിനികളെ ഉപയോഗിച്ചുള്ള ശാസ്ത്ര പഠനങ്ങൾക്ക് വരെ അവസാനമായി. കോശദ്രവം കാണാൻ സൂക്ഷ്മദർശിനികൾക്ക് കഴിയുമെങ്കിലും അർബുദത്തെ അതിൽ കാണാനാവില്ല. അതുകൊണ്ട് ആ പഠനം വേണ്ടെന്ന് പറഞ്ഞത്. ഒരർബുദ കോശവും ഒരു സാധാരണ കോശവും തമ്മിൽ ഈ നിലയിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇതുവരെ നിങ്ങളോട് പറഞ്ഞൊക്കെ വെറുതെയാവുക. എന്നാൽ കോശത്തെ ആസ്പദമാക്കി പറഞ്ഞ എല്ലാ വ്യത്യാസങ്ങളും ഇതോടെ മാറുന്നു. ശ്വാസകോശ അർബുദം, മൂത്രാശയ അർബുദം തുടങ്ങിയവയ്ക്ക് കാരണമായ അർബുദ ബീജ അവയവങ്ങൾ ക്യാൻസർ ജീൻസ് കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായി. അന്ന് ലോകത്തിന് നൽകിയ പ്രതീക്ഷകൾ BRCAD ഓൺ ക്രോമസോം 17 വരാനിരിക്കുന്ന സ്തനാർബുദത്തെ പ്രവചിക്കുമെന്ന പ്രതീക്ഷ വരെ നിങ്ങളോട് ശാസ്ത്രലോകം പറഞ്ഞു. ഇത്ര കൊല്ലം കഴിഞ്ഞ് വരുമെന്ന് പ്രവചിക്കാൻ വരെ കഴിയുമെന്ന് പറഞ്ഞു. ആ ശാസ്ത്രലോകം ജനതയ്ക്ക് നൽകിയത് അതും ഒരു കച്ചവട തന്ത്രം മാത്രമാവാൻ ആണിടയുള്ളതെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇറ്റ് ഈസ് നോട്ട് ലൈക്ലി ദാറ്റ് in terms of life expectancy
the chance of survival is no better than without treatment, and there is a possibility that treatment may make the survival time of cancer cases less. ഞാൻ പറഞ്ഞതല്ല. Demographic consideration of cancer problem, ഹാർഡിൻ ജോൺസ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. ഈ രംഗത്തെ അത്യുന്നത ഗവേഷകന്മാരിൽ ഒരാളായ ഹാർഡിൻ ജോൺസ് നിങ്ങൾക്കായി കുറിച്ചു വെച്ച വരികളാണ്. It is not likely that in terms of life expectancy the chance of survival is no better than without treatment. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചികിത്സിച്ചാലും ചികിത്സിച്ചില്ലെങ്കിലും ആയുർ സാധ്യത ചികിത്സിക്കാത്തതിനേക്കാൾ മെച്ചമൊന്നുമല്ല ചികിത്സിച്ചത്. ആൻഡ് ദെയർ ഈസ് എ പോസിബിലിറ്റി that treatment may make the survival time of cancer cases less. ചികിത്സയാണ് വേഗത്തിൽ ചികിത്സിക്കാതിരിക്കുന്നതിനേക്കാൾ കൊല്ലും. ഹാർഡിൻ ജോൺസിന്റെ സുശക്തമായ അഭിപ്രായമാണ്. കഴിഞ്ഞുപോയവർ, ചികിത്സിച്ച് കുളവായവർ ഒന്നും ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല. WPD ലോഗൻ, ക്യാൻസർ ഓഫ് ദ ബ്രസ്റ്റ്, നോ ഡിക്ലൈൻ ഇൻ മോർട്ടാലിറ്റി, WHO ക്രോണിക്കിൾ 29/462 1975. നോട്ട് ചെയ്യേണ്ടവർക്കൊക്കെ നോട്ട് ചെയ്യാം, നിർത്തിയും പറഞ്ഞുതരാം. വേണമെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ നിർത്തി പറഞ്ഞുതരാം. കാരണം ലോകം പഠിച്ചിരിക്കേണ്ടതാണ്. ഹാർഡിൻ ജോൺസിനെ പോലെ തന്നെ ലോകന്റെയും ഈ അഭിപ്രായം ശ്രദ്ധേയമാണ്. ഡെസ്പൈറ്റ് ഇംപ്രൂവ്ഡ് സർജിക്കൽ ടെക്നിക്സ്, അഡ്വാൻസ്ഡ് മെത്തേഡ്സ് ഇൻ റേഡിയോതെറാപ്പീസ് ആൻഡ് വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് കീമോതെറാപ്പീസ്, ബ്രസ്റ്റ് ക്യാൻസർ മോർട്ടാലിറ്റി ഹാസ് നോട്ട് ചേഞ്ച്ഡ് ഇൻ ദ ലാസ്റ്റ് 70 years. അദ്ദേഹം വളരെ ശക്തമായി പറഞ്ഞ വാക്കുകളായി, ലോകന്റെ പദങ്ങളായത്. ഡെസ്പൈറ്റ് ഇംപ്രൂവ്ഡ് സർജിക്കൽ ടെക്നിക്സ്, അഡ്വാൻസ്ഡ് മെത്തേഡ്സ് ഓഫ് റേഡിയോതെറാപ്പീസ് ആൻഡ് വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് കീമോതെറാപ്പീസ്, ബ്രസ്റ്റ് ക്യാൻസർ മോർട്ടാലിറ്റി ഹാസ് നോട്ട് ചേഞ്ച്ഡ് ഇൻ ദ ലാസ്റ്റ് 70 years. 1975 അദ്ദേഹം എഴുതിയതായത്. അന്ന് ഇന്ത്യയിൽ ഈ ക്യാൻസർ ഇല്ല. മനസ്സിലായില്ല? അപ്പൊ ഇതെവിടുന്നാ വന്നതെന്നും എങ്ങനെയാ വന്നതെന്നും എങ്ങനെയാ വളർന്നതെന്നും എങ്ങനെയാണ് ഈ നിലയിൽ എത്തിയതെന്നും നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ വല്യമ്മമാര് മാറുമറയ്ക്കാതെ മുറ്റത്തൂടെ നടന്നപ്പോൾ ആ മുലയൊന്നും ചീഞ്ഞു പഴുത്തിരുന്നില്ല, അതൊന്നും പൊട്ടി വിണ്ടുകയറിയിരുന്നില്ല, അതിലൊന്നും മുഴ വന്ന് വികൃതമായിരുന്നില്ല. നുണയാണ്. ഞാൻ മുമ്പ് കൈവക്കാൻ പറഞ്ഞ ആളുകളെക്കാൾ കൂടിയിട്ടുണ്ട് ഇപ്പം കൈവക്കേണ്ടവർ, പ്രായമുള്ളവർ കുറെ പേരൂടെ വന്നു എന്നാവുന്നേ. ആ കൈവക്കിയവരുടെ ഓർമ്മ സമ്മതിക്കുമെങ്കിൽ ഒന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്ക്, അപ്പൊ ബോധ്യമാവും. ശസ്ത്രക്രിയാരീതികൾ ഇത്രമാത്രം വികസിച്ചിട്ടും റേഡിയോതെറാപ്പിയുടെ അനന്ത സാധ്യതകൾ കണ്ടെത്തി വിശാലമായി ഉപയോഗിച്ചിട്ടും കീമോതെറാപ്പി വന്നിട്ടും സ്തനാർബുദത്തിലെ മരണസംഖ്യ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല 70 വർഷമായിട്ട് എന്ന് ലോകൻ പറയുകയാണ്. തോമസ് ഡാവു, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബ്രസ്റ്റ് സർജറി, റോസ്വെൽ പാർക്ക് മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബഫലോ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നൂറ്റാണ്ടുകളായി അർബുദത്തിന്റെ സ്വഭാവം പഠിക്കുക, എന്നിട്ടും എങ്ങുമെത്താതെ നാം
ത്രിശങ്കു സ്വർഗത്തിൽ കഴിയേണ്ടി വരിക? ആലോചിച്ചു നോക്കേണ്ടതാണ്. സ്ത്രീകൾ സ്വയം കണ്ടെത്തുന്നതാണ് സ്തനവിദ്രധികൾ. പിന്നീടാണ് വൈദ്യപരിശോധനയും അവയുടെ ഘടനാപരങ്ങളായ വൈചിത്ര്യങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും നിഗമനങ്ങളുമെല്ലാം. അവയുടെ അവസ്ഥ ഏത് നിലയിലാണെന്നതും അതിനുള്ള ചികിത്സകളുമെല്ലാം. എന്നിട്ടും ഇങ്ങനെയെല്ലാം കണ്ടെത്തിയിട്ടും ചികിത്സ പരാജയപ്പെടുന്നു. ശരിയായി ചിന്തിക്കുന്ന പക്ഷം നമ്മുടെ അർബുദ ചികിത്സാ രംഗം ഇന്ന് വളരെ സങ്കീർണമാണ്. എണ്ണമറ്റ ക്യാൻസർ സൊസൈറ്റികൾ, എണ്ണിയാലൊടുങ്ങാത്ത ഗവേഷണ സ്ഥാപനങ്ങൾ, അനവധി മരുന്നുകൾ. ക്യാൻസർ സൊസൈറ്റികളും ഗവേഷണ സ്ഥാപനങ്ങളും ജനമനസ്സുകളെ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന, പലപ്പോഴും നിങ്ങളുടെ ശത്രുവിനെ തിരിച്ചറിയുക, നേരത്തെ നിങ്ങൾ മനസ്സിലാക്കുക, നേരത്തെ നിങ്ങളുടെ മരണം വിളിച്ചു വരുത്തുന്ന ക്യാൻസറിനെ മനസ്സിലാക്കുക, നിങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞാൽ ഈ ശത്രുവിനെ കീഴ്പ്പെടുത്താമെന്നെല്ലാം പരസ്യം ചെയ്യുന്നു. ശരിയല്ല. പക്ഷേ നിങ്ങളെ അവൻ നേരത്തെ കീഴ്പ്പെടുത്തുകയും ചെയ്യും. ഇത് വളരെ വൈചിത്ര്യമാണ്. ഹിക്സന്റെ മറ്റൊരു ശാസ്ത്ര ഗവേഷകനാണ് ഈ രംഗത്തെ. ഹിക്സന്റെ ദ പാച്ച് വർക്ക് മൗസിൽ അദ്ദേഹം ജീവശാസ്ത്ര ഗവേഷണത്തിൽ ഏർപ്പെടുന്നവർക്ക് മനോഹരമായൊരു ഉപദേശം നൽകുന്നുണ്ട്. ഈ രംഗത്തുള്ളവർക്ക് അദ്ദേഹം കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്. നിങ്ങൾ അർബുദ ഗവേഷണത്തിൽ നിന്നെങ്കിലും വിട്ടു നിൽക്കുക. അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. കുറെ കാലത്തെ പഠനത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത്, ദയവായി ചെറുപ്പക്കാരെ, നിങ്ങൾ അർബുദ ഗവേഷണത്തിൽ ഏർപ്പെടരുത്, അതിൽ നിന്ന് വിട്ടു നിൽക്കണം. കാരണം അത് മുഴുവൻ സമ്പത്താണ്, മുഴുവൻ പണമാണ്. അവിടെ 100-ന്റെയും 1000-ന്റെയും 10,000-ന്റെയും ലക്ഷത്തിന്റെയും കണക്കുകളില്ല. കോടിക്കണക്കായ ഡോളറുകളുടെ കണക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കുക. കാരണം അത് സമ്പത്താണ് മുഴുവൻ. എന്നാൽ ശാസ്ത്രത്തിൽ നിന്ന് വളരെ ദൂരെയാണ്. അദ്ദേഹം പറഞ്ഞത് അവിടുത്തെ ഗവേഷണത്തിൽ സമ്പത്തേയുള്ളൂ, ശാസ്ത്രം ഇല്ല. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, എന്നോട് ദേഷ്യം പറയരുത്. ഇതെല്ലാം ഞാൻ പുസ്തകങ്ങൾ കാണിക്കാം, അത്ര നിർബന്ധമാണെങ്കിൽ. ഹിക്സൺ പറഞ്ഞതാണ്, ഐ ഹാവ് സം അഡ്വൈസ് ടു യങ് റിസർച്ചേഴ്സ് ഇൻ ബയോളജി. Stay out of cancer research because it is full of money and just about out of science. അദ്ദേഹത്തിന്റെ പദങ്ങൾ അതേപടി. ആദ്യം പറഞ്ഞത് എന്റെ മലയാളം. I have some advice to young researchers in biology. Stay out of cancer research because it is full of money and just about out of science. It is about out of science. സയൻസിന് യാതൊരു വിലയില്ല, പണത്തിന് വലിയ വിലയാണ്. പണമാണ് അവിടെ കിടന്ന് കളിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പണക്കാർക്ക് പറ്റിയൊരു വിനോദമാണ് ക്യാൻസർ ഗവേഷണവും ക്യാൻസർ ചികിത്സയും ക്യാൻസർ ആണെന്നുള്ളൊരു അഭിമാനവും. ശരിയല്ല. മക്കളൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ തന്തയ്ക്ക് ക്യാൻസർ ആണെന്ന് പറയുന്ന ഒരു അഭിമാനമാണ്. കാരണം ചെറുതൊന്നും വന്ന് ചാകാനുള്ള പാപമല്ല ഇയാൾ ചെയ്തു കൂട്ടിയത് എന്നുള്ളൊരു സമാധാനം. ശരിയല്ല. നിങ്ങളൊടുവിൽ എന്നെ തല്ലും. ഇത്രയൊക്കെ പറഞ്ഞാൽ ഒരുമാതിരി മേടിക്കാനുള്ള വകയുണ്ട്. അതിന് കാരണം അതാണ്, നല്ല കാശാണ്. ഒരു ക്യാൻസർ രോഗം ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ 5 or 6 ഉന്നത ഉദ്യോഗസ്ഥന്മാരുള്ള വീട്ടിൽ
അന്ന് വരെ സമ്പാദിച്ച ഡെപ്പോസിറ്റ് മുഴുവൻ തീരും. ഒരു നമ്പരെങ്കിലും വസ്തു വയ്ക്കും. ശരിയല്ല, ശരിയല്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇയാൾ നരകിച്ച് ചാവുകയും ചെയ്യും. അതാണ് സങ്കടം. ഈ മക്കള് തന്നെ പറയും, ഡോക്ടറെ ഇതൊന്ന് ഈ കിടപ്പ് കിടക്കാതിരുന്നിരുന്നെങ്കിൽ എന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം കാശാണ്. ഒരു ഭാഗത്ത് പറയുന്നു റേഡിയേഷൻ ക്യാൻസർ ഉണ്ടാക്കുമെന്ന്. 1960 തന്നെ WHO ഭൂമിയിൽ നിന്നുണ്ടാകുന്ന ചില പ്രത്യേകതരം റേഡിയേഷൻസ് ക്യാൻസറിന് കാരണമാണെന്ന് കണ്ടെത്തുകയും ഗവേഷണം ചെയ്യുകയും അങ്ങനെയുള്ള റേഡിയേഷൻ കൂടിയ പ്രദേശങ്ങളെ തെരഞ്ഞെടുത്ത് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ചവറ അതിലൊന്നാണ്. മനസ്സിലായില്ല? കരുനാഗപ്പള്ളിയുടെ തീരപ്രദേശങ്ങൾ ക്യാൻസർ പ്രോൺ ഏരിയ ആണ്. കുഞ്ഞിമംഗലം അതിൻ്റെ അടുത്താണ് ക്ലേ എടുക്കുന്നത്. തിരുവനന്തപുരം ആ ക്ലേ ഫാക്ടറിയൊക്കെ ഇരിക്കുന്ന സ്ഥലം. ടൈറ്റാനിയം അല്ലേ മറ്റേ ഇവിടെ ചവറ. അത് ടൈറ്റാനിയം ആണെന്ന് തോന്നുന്നു. ടൈറ്റാനിയം. ഇതിലേറ്റവും വിചിത്രമായത് ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറയുന്ന ചൈൽഡ് വൈറസ് ക്യാൻസറിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതാണെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഋഗുകളിലാണ്. മനസ്സിലായില്ല? എണ്ണപ്പാടങ്ങളിൽ. എണ്ണപ്പാടം മനസ്സിലായില്ല? അവിടുത്തെ ഫ്യൂംസിൽ നിന്നാണ്. ഇതൊക്കെ വെച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സിന്തറ്റിക് ഉപഭോഗം ലോകത്ത് വളരെ കൂടിയിരിക്കുന്നു. ആയുർദൈർഘ്യത്തെ അത് വളരെ വേഗത്തിൽ കുറയ്ക്കുന്നു. നേരം കുറയുമ്പോൾ ഒരു നിൽപ്പൻ അടിച്ചു വരാമെന്ന് പറയും. കേട്ടിട്ടില്ല? ഈ ഭാഷയൊന്നും നിങ്ങൾക്കറിയില്ല. ഞാൻ മാത്രമേ ഇതൊക്കെ അടിക്കാൻ പോയുള്ളമാവും. പക്ഷെ നിങ്ങളുടെ കള്ളച്ചിരി കാണുമ്പോൾ നിങ്ങളൊക്കെ പോയവരാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ അടിച്ചു വരുമ്പോ ഒരുപാട് സിന്തറ്റിക്സ് അകത്ത് ചെല്ലുന്നത്. അതുകൊണ്ട് അർബുദം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ലാവണജന്യ രോഗമാണ്, ഒക്കപ്പേഷണൽ ഡിസീസ്. ആ നിലയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി കാണാം. ഇന്ന് അവസാനിക്കും. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയം.